ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലോട് സ്വാഗതം. സുഹൃത്തുക്കളെ, ഞാൻ ജയേഷ് നാവായിക്കുളം. ഇന്ന് 2025 ഫെബ്രുവരി 25 ആനുകാലിക ചോദ്യങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. കൂട്ടുകാരെല്ലാവരും നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കണ്ടു തീർക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ശരിയെങ്കിൽ നമുക്കെന്തായാലും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള കണ്ടൻറ്റുകളിൽ നിന്നുള്ള 4 ചോദ്യങ്ങൾ. എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. നമുക്കെന്തായാലും ആദ്യ ചോദ്യത്തിലൂടെ കിടക്കാം. ചോദ്യം എങ്ങനെയാണേ: 2024 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിതനായിരിക്കുന്നത് ആരാണ്? 2024 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിയമിതനായിരിക്കുന്നതാണെങ്കിൽ ഇവിടെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ ബി ആയ ശക്തികാന്ത ദാസ് ആണ്. ശക്തികാന്ത ദാസ് നമുക്കറിയാം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 25ാമത്തെ ഗവർണറായിരുന്ന വ്യക്തി കൂടിയാണ് ശക്തികാന്ത ദാസ്. എങ്കിൽ നിലവിൽ RBIയുടെ ഗവർണർ ആരെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് സഞ്ജയ് മൽഹോത്ര. അദ്ദേഹത്തിൻ്റെ പേര് സഞ്ജയ് മൽഹോത്ര. ക്ലിയർ ആണല്ലോ? അദ്ദേഹം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത്തെ ഗവർണറാണ്. സോ ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുക. നമുക്കെന്തായാലും രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ചോദ്യം ഇങ്ങനെയാണേ: ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചിരിക്കുന്ന സാഹിത്യ നിരൂപകനും അധ്യാപകനുമായിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇവിടെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ചോദ്യം എന്താടാ? 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വ്യക്തിയാര്? ഇതിൽ ശരിയായ ഉത്തരം പ്രൊഫസർ KP ശങ്കരനാണ് എന്ന് ഓർത്തു വച്ചിരിക്കുക. പ്രൊഫസർ KP ശങ്കരൻ. ഇവിടെ നോക്കിക്കേ, കഴിഞ്ഞ കൊല്ലം 2024 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചതാണെങ്കിൽ രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2023 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചതാണെങ്കിൽ V മധുസൂദനൻ നായർ. 23 V മധുസൂദനൻ നായർ, 24 രാധാകൃഷ്ണൻ കാക്കശ്ശേരി. അടുത്തിടെ 2025 ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നതാണെങ്കിൽ KP ശങ്കരനാണ് കേട്ടോ. KP ശങ്കരൻ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലൂടെ അടക്കാം. ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ച്. അടുത്തിടെ ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന മേലൂരി ജില്ല ഏത് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു? അപ്പോൾ അടുത്തിടെ ഇന്ത്യയിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ഒരു ജില്ല കൂടിയാണ് മേലൂരി ജില്ല എന്ന് പറയുന്നത്. മേലൂരി ജില്ല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, നാഗാലാൻഡിലാണ്. നാഗാലാൻഡ്. എങ്കിലൊന്ന് പറയാൻ ശ്രമിച്ചേ. നിലവിൽ നാഗാലാൻഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ നെയ്ഫു റിയോ. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? നെയ്ഫു റിയോ. ക്ലിയർ. ഇനി നമുക്ക് നേരെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യത്തിലൂടെ കിടക്കാം. ഏറ്റവും വേഗതയിൽ അഥവാ കുറഞ്ഞ ഇന്നിങ്സിൽ 14,000 റൺസ് തികയ്ക്കുന്ന ലോകത്തിലെ ആദ്യ താരമാരെന്ന് ചോദിച്ചാൽ ഇവിടെ ആൻസർ ഏതാണ്? വിരാട് കോഹ്ലിയാണല്ലേ. ആൻസർ ഏതാ? വിരാട് കോഹ്ലി. ഏറ്റവും വേഗതയിൽ അഥവാ കുറഞ്ഞ ഇന്നിങ്സിൽ 14,000 റൺസ് തികയ്ക്കുന്ന ലോകത്തിലെ ആദ്യ താരം ഏതെന്ന് ചോദിച്ചാൽ വിരാട് കോഹ്ലിയാണ്. 4 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. എങ്കിൽ നിങ്ങൾക്ക് എത്ര സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ഇനി ഇന്നത്തെ ദിവസത്തെ ആനുകാലിക ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അവിടെ നോക്കിക്കുക. അടുത്തിടെയാണ് സംസ്ഥാന റവന്യൂ അവാർഡുകൾ 2025 സംസ്ഥാന റവന്യൂ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ മികച്ച കളക്ട്രേറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ തൃശ്ശൂർ കളക്ട്രേറ്റ് ആണ് മികച്ച കളക്ട്രേറ്റ്. എങ്കിൽ മികച്ച കളക്ടർ ആരെന്ന് ചോദിച്ചാൽ NSK ഉമേഷ്. ഇതാ ഇവിടെ നോക്കി, NSK ഉമേഷ്. എറണാകുളം ജില്ലയിലെ കളക്ടറായ NSK ഉമേഷാണ് നിലവിലെ ഈ ഒരു അവാർഡിൽ മികച്ച കളക്ടർ എന്ന കാറ്റഗറിയിൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. എങ്കിൽ മികച്ച സബ് കളക്ടർ ആരെന്ന് ചോദിച്ചാൽ ഫോർട്ട് കൊച്ചിയിലെ K മീര IAS ആണ് നിലവിലെ മികച്ച സബ് കളക്ടർ എന്ന കാറ്റഗറിയിൽ ഇവിടെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഇതൊരു വലിയൊരു പുരസ്കാരമാണ്. അതായത് ഒരുപാട് വ്യക്തികൾക്ക്, ഒരുപാട് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന സംസ്ഥാനത്തെ ഒരു പുരസ്കാരമാണ് സംസ്ഥാന റവന്യൂ അവാർഡുകൾ. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ എക്സാം വ്യൂ പോയിന്റിൽ പഠിക്കേണ്ട 3 അവാർഡുകളാണ്. മികച്ച കളക്ട്രേറ്റ് ആണെങ്കിൽ തൃശ്ശൂരാണ് ലഭിച്ചിരിക്കുന്നത്. മികച്ച കളക്ടർ ആണെങ്കിൽ NSK ഉമേഷ്, എറണാകുളം കളക്ടർ.
കൂടാതെ മികച്ച സബ് കളക്ടർ ആണെങ്കിൽ കെ മീര ഫോർട്ട് കൊച്ചിയിലെ സബ് കളക്ടറാണ്. ക്ലിയർ ആണല്ലോ. സോ ഇത്രയും കണ്ടൻറ്റുകൾ ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുക. നമുക്ക് എന്തായാലും മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ നോക്കിയേ, ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണെങ്കിൽ, കേരളത്തിൽ ഈ പറയുന്ന ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണെങ്കിൽ വാഴക്കുളം മൂവാറ്റുപുഴയിലാണ്. വാഴക്കുളം മൂവാറ്റുപുഴ. നമുക്കറിയാം, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ പ്രവർത്തനം തകരാറിലാക്കുന്ന ഒരു നാഡി സംബന്ധമായ ഒരു അവസ്ഥയാണ്, രോഗമാണ് ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്നത്. 2025 ജനുവരിയിൽ ഗില്ലൻ ബാരി സിൻഡ്രോം രോഗം ബാധിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തതാണെങ്കിൽ പൂനെയിലായിരുന്നു. ഇത് ചോദിക്കാൻ സാധ്യതയുള്ള 2 കോണ്ടൻറ്റുകളാണ്. 2025 ജനുവരിയിൽ ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തതാണെങ്കിൽ പൂനെയിലാണ്, മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. എങ്കിൽ നമ്മുടെ ഈ ഒരു രോഗം ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണെങ്കിൽ അടുത്തിടെ ഫെബ്രുവരിയിൽ മൂവാറ്റുപുഴയിലെ വാഴക്കുളത്തിലാണ്. വാഴക്കുളം. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, ഇതൊരു നാഡീ സംബന്ധമായ രോഗമാണ് ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന് പറയും. ഒരു അപൂർവ രോഗമാണ്. കാമ്പിലോ ബാക്ടർ ജെജുനി എന്ന ബാക്ടീരിയയാണ് രോഗം പടർത്തുന്നത് എന്നാണ് നിലവിൽ വിദഗ്ധർ അഥവാ ഡോക്ടേഴ്സുകൾ പറയുന്നത്. ഇത് സാധാരണ ബാധിക്കുന്നതാണെങ്കിൽ കഴുത്ത്, മുഖം, കണ്ണുകൾ തുടങ്ങിയ അവയവങ്ങളെയാണ് അല്ലെങ്കിൽ തുടങ്ങിയ ഭാഗങ്ങളെയാണ് ഈ ഒരു രോഗം സാധാരണ ബാധിക്കുന്നത്. ഇവിടെ നമ്മൾ എക്സാം വ്യൂ പോയിന്റിൽ ചുരുങ്ങുന്ന സമയത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. അതായത് ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് ഇന്ത്യയിൽ ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണെങ്കിൽ പൂനെ, മഹാരാഷ്ട്രയിലെ പൂനെയിലും, കേരളത്തിലാണെങ്കിൽ വാഴക്കുളം മൂവാറ്റുപുഴയിലുമാണ്. വാഴക്കുളം മൂവാറ്റുപുഴ. ഇനി നമുക്ക് നേരെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ആദ്യ സൗജന്യ ബസ് യാത്ര ആരംഭിച്ചത് എവിടെയായിരുന്നു അല്ലെങ്കിൽ എവിടെയാണ്? നമ്മുടെ കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആദ്യ സൗജന്യ ബസ് യാത്ര ആരംഭിച്ചിരിക്കുന്നതാണെങ്കിൽ തൃപ്പങ്ങോട് പഞ്ചായത്ത്, മലപ്പുറം. തൃപ്പങ്ങോട് പഞ്ചായത്തിലാണ് നിലവിൽ സംസ്ഥാനത്ത് കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി ആദ്യ സൗജന്യ ബസ് യാത്ര കെ എസ് ആർ ടി സി മുഖേന നടപ്പിലാക്കിയിരിക്കുന്നത്. KSRTC മുഖേനയാണ് ഇത് നിലവിൽ നടപ്പിലാക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയാണെങ്കിൽ ആരാണ്? രേഖ ഗുപ്തയാണല്ലേ. നിലവിലെ ഡൽഹിയുടെ മുഖ്യമന്ത്രി ആരെന്ന് വെച്ചാൽ രേഖ ഗുപ്തയാണ്. ഇതിനു മുന്നേ രേഖ ഗുപ്തയ്ക്ക് മുന്നേ നമുക്കറിയാം അതിഷി മെർലേനയായിരുന്നു, ആം ആദ്മി പാർട്ടിയിലെ നേതാവായിരുന്ന അതിഷി മെർലേനയായിരുന്നു ഡൽഹിയിലെ മുഖ്യമന്ത്രി. അരവിന്ദ് കെജ്രിവാൾ മദ്യനയ കേസിൽ ജയിലിലാകുകയും തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയും പിന്നീട് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായത് അതിഷി മെർലേനയായിരുന്നു. അവർക്ക് ശേഷം അവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും പുതിയ CM ആയിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്ന രേഖ ഗുപ്തയാണ്. എങ്കിൽ ഡൽഹി നിയമസഭാ പ്രതിപക്ഷ നേതാവായിട്ട് ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ അത് അതിഷി മെർലേന. കുറച്ചുകൂടി നമ്മൾ എക്സാം വ്യൂ പോയിന്റിൽ പറയുകയാണെങ്കിൽ ഡൽഹിയിൽ പ്രതിപക്ഷ നേതാവാകുന്ന ആദ്യത്തെ വനിത, ഇവിടെ നോക്കിയേ, ഡൽഹിയിൽ പ്രതിപക്ഷ നേതാവാകുന്ന ആദ്യത്തെ വനിത, കൂടാതെ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമാകുന്ന വനിത കൂടിയാണ് ഡൽഹിയിൽ ഇപ്പോൾ നിലവിൽ അതിഷി മെർലേന. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സോ ഇത്രയും കണ്ടൻറ്റുകൾ മനസ്സിലാക്കുക. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഈ ഒരു ഡൽഹി നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഒന്ന് നല്ലപോലെ റിവൈസ് ചെയ്ത് പഠിക്കുക. നിലവിൽ ഡൽഹി എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു വെച്ചാൽ രേഖ ഗുപ്തയും പ്രതിപക്ഷ നേതാവ് അതിഷി മെർലേനയാണ് ഡൽഹിയിൽ പ്രതിപക്ഷ നേതാവാകുന്ന ആദ്യത്തെ വനിത. കൂടാതെ രാജ്യത്ത് ആദ്യമായി ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതയാകുന്നത് ഡൽഹിയിലാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് നേരെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ നോക്കിക്കേ, മൗറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ദേശീയ ദിനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ആ ഒരു സെറിമണിയിലെ മൗറീഷ്യസിൻ്റെ 57ാമത് നാഷണൽ ഡേ ആണ് ഇനി ആഘോഷിക്കുവാൻ വേണ്ടി പോകുന്നത്. ആ ഒരു ഡേയിലെ മുഖ്യ അതിഥിയാവുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്.
ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കോണ്ടൻറ്റ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യം നിങ്ങളുടെ എക്സാമിന് ചോദിക്കും. മൗറീഷ്യസിൻ്റെ നിലവിലെ പ്രധാനമന്ത്രി ആര്? നവീൻ രാംഗൂലം എന്നാണ്. നവീൻ രാംഗൂലം എന്നതാണ് നിലവിലെ മൗറീഷ്യസിൻ്റെ പ്രധാനമന്ത്രി. ക്ലിയർ ആണല്ലോ? ശരിയെങ്കിൽ നമുക്ക് എന്തായാലും മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്: സ്കൂൾ ഓഫ് അൾട്ടിമേറ്റ് ലീഡർഷിപ്പ് എന്ന് പറയും. സ്കൂൾ ഓഫ് അൾട്ടിമേറ്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന കോൺക്ലേവിൻ്റെ ആദ്യ പതിപ്പിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ഉദ്ഘാടനം നിർവഹിച്ചത് എവിടെയായിരുന്നു? ഭാരത് മണ്ഡപം, നമ്മുടെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലായിരുന്നു സോളിൻ്റെ അഥവാ സ്കൂൾ ഓഫ് അൾട്ടിമേറ്റ് ലീഡർഷിപ്പ് ഈ ഒരു കോൺക്ലേവിൻ്റെ ഉദ്ഘാടനം അടുത്തിടെ നരേന്ദ്രമോദി നിർവഹിച്ചിരിക്കുന്നത്. എല്ലാ മേഖലകളിലും ലീഡർഷിപ്പ്, അതായത് നമ്മുടെ മേഖലകളിൽ ഇന്ത്യയുടെ ലീഡർഷിപ്പ് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു കോൺക്ലേവ്, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി മറ്റും ഒരു കോൺക്ലേവിൻ്റെ ആദ്യ പതിപ്പിനാണ് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപം വേദിയാകുന്നത്. ക്ലിയർ ആണല്ലോ? രണ്ട് ചോദ്യങ്ങൾ. മൗറീഷ്യസിൻ്റെ ദേശീയ ദിനത്തിൽ മുഖ്യ അതിഥിയാകുന്നതാണെങ്കിൽ നരേന്ദ്രമോദിയാണ്. മൗറീഷ്യസിൻ്റെ നിലവിലെ പ്രധാനമന്ത്രി രവീൻ രാംഗൂലം. കൂടാതെ സ്കൂൾ ഓഫ് അൾട്ടിമേറ്റ് ലീഡർഷിപ്പ് അഥവാ സോൾ കോൺക്ലേവിന് നിലവിൽ വേദിയാവുന്നതാണെങ്കിൽ ഭാരത് മണ്ഡപം ന്യൂഡൽഹിയിലാണ്. അവിടെയാണ് നരേന്ദ്രമോദി ഇതിന് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. ഇനി ഒബിച്വറിയിൽ നിന്നുള്ള ഒരു ചോദ്യം കൂടിയാണ്. അടുത്തിടെ അന്തരിച്ച ഒഡീസി നൃത്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി മയാദർ റൗട്ട്. അദ്ദേഹത്തിൻ്റെ പേര് മയാദർ റൗട്ട് എന്നാണ്. ചോദ്യം എന്താ? എടാ, ഒഡീസി നൃത്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? അദ്ദേഹത്തിൻ്റെ പേര് മയാദർ റൗട്ട് എന്നാണ്. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചിരിക്കുകയാണ്. കൂടാതെ ഇദ്ദേഹം പത്മശ്രീ ജേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിച്ചിരിക്കുന്ന വർഷം 2010 കേട്ടോ. ഒഡീസി എന്ന് പറയുന്ന ആ ഒരു ആർട്ട് ഫോമിൽ ഒട്ടനവധി കോൺട്രിബ്യൂഷൻസുകൾ നൽകിയ വ്യക്തി കൂടിയാണ് മയാദർ റൗട്ട്. ഇനി നമുക്ക് നേരെ മറ്റൊരു ചോദ്യത്തിലൂടെ അടക്കം. ഒരു ബയലാട്രൽ മിലിറ്ററി എക്സസൈസാണ്. നിങ്ങൾക്കറിയാം, ഈ പറയുന്ന ധർമ്മ ഗാർഡിയൻ എന്ന് പറയുന്ന ബയലാട്രൽ മിലിറ്ററി എക്സസൈസ് നടക്കുന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിൽ നടക്കുന്ന ഒരു ബയലാട്രൽ മിലിറ്ററി എക്സസൈസാണ് ധർമ്മ ഗാർഡിയൻ. ഇതിൻ്റെ 6ാമത്തെ പതിപ്പിന് 2025 ഫെബ്രുവരിയിൽ വേദിയായത് എവിടെയെന്ന് ചോദിച്ചാൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബയലാട്രൽ മിലിറ്ററി എക്സസൈസാണ്. 2025 ഫെബ്രുവരി 24 മുതൽ മാർച്ച് 9 വരെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 2025 ഇതിന് വേദിയാവുന്നതാണെങ്കിൽ ഈസ്റ്റ് ഫ്യൂജി ജപ്പാനിലാണ് വേദിയാവുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഇനി നമുക്ക് നേരെ മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. വനാതിർത്തികളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ആനകളെ ഒഴിപ്പിക്കുവാൻ IIIT കോട്ടയം വികസിപ്പിച്ച ഒരു ഡ്രോണാണ് അസ്ത്ര V1 എന്ന് പറയുന്ന അസ്ത്ര V1. നമ്മുടെ കേരളത്തിനുള്ളിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ ഒരു ഡ്രോണാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡ്രോണിൻ്റെ പേര് അസ്ത്ര V1 എന്നാണ്. അസ്ത്ര V1 എന്തിനു വേണ്ടിയാണ്? ഈ വനാതിർത്തികളിൽ നിന്നും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ആനകൾ എത്തുന്നത് ഒഴിപ്പിക്കുവാൻ വേണ്ടി, അവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി IIT കോട്ടയം നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡ്രോൺ കൂടിയാണ് അസ്ത്ര V1. ഇനി നോക്കിയ മറ്റൊരു ചോദ്യമാണ്. 2025 ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഓഷൻ കോൺഫറൻസിൻ്റെ 8ാമത്തെ പതിപ്പിന് അഥവാ എഡിഷന് വേദിയായിരിക്കുന്ന മസ്കറ്റിലാണ് കേട്ടോ. അടുത്തിടെ 2025 ഫെബ്രുവരിയിലാണ് ഈ പറയുന്ന ഇന്ത്യൻ ഓഷൻ കോൺഫറൻസ് 8ാമത്തെ പതിപ്പ് മസ്കറ്റിൽ വേദിയായിരിക്കുന്നത്. ക്ലിയർ? ഓഷൻസുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കോൺക്ലേവാണ് ഇന്ത്യൻ ഓഷ്യൻ കോൺക്ലേവ്. 8ാമത്തെ എഡിഷൻ മസ്കറ്റിലാണ് വേദിയായിരിക്കുന്നത്. ഇനി 2 പുസ്തകങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു പുസ്തകം ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന് പറയുന്ന പുസ്തകം അടുത്തിടെ എഴുതിയിരിക്കുന്ന പങ്കജ് മിശ്ര. പുതിയ പുസ്തകങ്ങളായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ എക്സാമിന് ചോദിക്കാം. നിലവിൽ യുദ്ധമെല്ലാം നടക്കുന്ന ഒരു ഇടം കൂടിയാണ് ഗാസ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർത്തു വച്ചിരിക്കുക, ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നതാണെങ്കിൽ പങ്കജ് മിശ്രയാണ്. ഇനി മറ്റൊരു പുസ്തകം വേൾഡ് ഫിക്ഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നതാണെങ്കിൽ അമിതാവ് ഘോഷ് കേട്ടോ. അമിതാവ് ഘോഷ് പലപ്പോഴും PSC അമിതാവ് ഘോഷിൻ്റെ പുതിയ പുസ്തകങ്ങൾ എക്സാംസുകളിൽ ചോദിക്കാറുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വേൾഡ് ഫിക്ഷൻ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നതാണെങ്കിൽ അമിതാവ് ഘോഷും
ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകമാണെങ്കിൽ പങ്കജ് മിശ്രയുമാണ്, പങ്കജ് മിശ്ര. ഇനി മറ്റൊരു ചോദ്യം, ലിഥിയം പരിവേഷണത്തിലും ഖനനത്തിലും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ചിരിക്കുന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അർജൻറ്റീനയാണ് എന്ന് ഓർത്തു വച്ചിരിക്കുക, അർജൻറ്റീന. ലിഥിയം ബാറ്ററികളൊക്കെ ഇപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ധാതു കൂടിയാണ് ലിഥിയം എന്ന് പറയുന്നത്. ലിഥിയം ധാതുവിൽ നിന്നാണ് ലിഥിയം ബാറ്ററീസുകളൊക്കെ നിർമ്മിക്കുന്നത്. സോ ലിഥിയത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകുക കേട്ടോ. അപ്പോൾ എന്താണ് ചോദ്യം? ലിഥിയം പരിവേഷണത്തിനും ഖനനത്തിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അടുത്തിടെ ഇന്ത്യ ധാരണാപത്രത്തിൽ സൈൻ ചെയ്തിരിക്കുന്ന വിദേശ രാജ്യം അർജൻറ്റീനയാണ്. ഇനി മറ്റൊരു ചോദ്യം, രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി 5 ദിവസത്തെ സന്ദർശനം നടത്തുന്ന വിദേശ രാജ്യം ഫ്രാൻസ് ആണ് കേട്ടോ, ഫ്രാൻസ്. അപ്പോൾ ചോദ്യം എന്താ? രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അടുത്തിടെ നമ്മുടെ കരസേനയുടെ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി 5 ദിവസത്തെ വിസിറ്റിന് വേണ്ടി പോയിരിക്കുന്ന രാജ്യം ഏതെന്ന് വെച്ചാൽ ഫ്രാൻസ് ആണ്. നമുക്കറിയാം അടുത്തിടെ ഇന്ത്യയുടെ പക്കൽ നിന്ന് പിനാക്ക റോക്കറ്റ് സിസ്റ്റം ഇന്ത്യയുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ധാരണാപത്രത്തിൽ സൈൻ ചെയ്തിരിക്കുന്ന രാജ്യം കൂടിയാണ് ഫ്രാൻസ് എന്ന് പറയുന്നത്. ഫ്രാൻസിൻ്റെ നിലവിലെ പ്രസിഡൻറ്റിൻ്റെ പേരാണെങ്കിൽ ഇമ്മാനുവൽ മാക്രോൺ അല്ലേ, അദ്ദേഹത്തിൻ്റെ പേര് ഇമ്മാനുവൽ മാക്രോൺ. 2 ചോദ്യങ്ങളും പഠിച്ചു വച്ചിരിക്കുക. ലിഥിയം പരിവേഷണത്തിനും ഖനനത്തിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അടുത്തിടെ ഇന്ത്യ ധാരണാപത്രത്തിൽ സൈൻ ചെയ്തിരിക്കുന്ന വിദേശ രാജ്യം അർജൻറ്റീന. രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി 5 ദിവസത്തെ വിസിറ്റിന് വേണ്ടി പോയിരിക്കുന്ന രാജ്യം ഫ്രാൻസാണ്. ഇനി മറ്റൊരു ചോദ്യം, ഇതെന്തായാലും നിങ്ങൾ മറന്നു പോകാതെ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നോക്കിയേ, US സുരക്ഷാ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറാകുന്ന ഇന്ത്യൻ വംശജൻ. നമുക്കറിയാം PSC ഇന്ത്യൻ വംശജരായിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ വിദേശ രാജ്യങ്ങളിലെ ഏതെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകൾ പലപ്പോഴും എടുത്ത് ചോദിക്കാറുണ്ടല്ലേ. സോ അതുപോലെയുള്ളൊരു ചോദ്യമാണ്. US സുരക്ഷാ ഏജൻസിയാണ് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഡയറക്ടറാകുന്ന ഇന്ത്യൻ വംശജൻ കശ്യപ് പ്രമോദ് വിനോദ് പട്ടേൽ. അദ്ദേഹത്തിൻ്റെ പേര് കശ്യപ് പ്രമോദ് വിനോദ് പട്ടേൽ അഥവാ കാഷ് പട്ടേൽ. അദ്ദേഹത്തെ കാഷ് പട്ടേൽ എന്നാണ് വിളിക്കുന്നത്. സാധാരണ അദ്ദേഹത്തെ കാഷ് പട്ടേൽ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ പേര് എന്ന് പറയുന്നത് കശ്യപ് പ്രമോദ് വിനോദ് പട്ടേൽ എന്നാണ്. FBI അതായത് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ തലപ്പത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജൻ കൂടിയാണ് കാഷ് പട്ടേൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കശ്യപ് പ്രമോദ് വിനോദ് പട്ടേൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ശരിയെങ്കിൽ നമുക്ക് എന്തായാലും മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ചോദ്യം ഇങ്ങനെയാണ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോണ്ടൻ്റ് ആണ്. 2025 ഫെബ്രുവരിയിൽ ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ കോവിഡ് വൈറസ് കേട്ടോ. 2025 ഫെബ്രുവരിയിൽ ചൈനയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പുതിയ കോവിഡ് വൈറസ് ഏതെന്ന് ചോദിച്ചാൽ HKU5-CoV-2 എന്നാണ് ഇതിൻ്റെ പേര്. കൊറോണ 2 അല്ലെങ്കിൽ COVID-2 എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, കൊറോണ വൈറസ് 2 എന്നാണ് ഇതിൻ്റെ പേര്. സോ ചോദ്യം എന്താണ്? 2025 ഫെബ്രുവരിയിൽ ചൈനയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പുതിയ കോവിഡ് വൈറസാണ് HKU5-CoV-2 എന്ന് പറയുന്നത്. COVID-2 നിങ്ങളുടെ എക്സാമിന് ചോദിക്കും, ഈ വൈറസ് അടുത്തിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന രാജ്യം ഏത്? ഓക്കെ, അതെവിടെയാണ്? ചൈനയിലാണ്. ഇവിടെ നോക്കി, ഈ ഒരു വൈറസിനെ, അതായത് കോവിഡ് വൈറസിൻ്റെ ഈ ഒരു HKU5-CoV-2നെ കണ്ടെത്തിയിരിക്കുന്ന ശാസ്ത്രജ്ഞ ആരെന്ന് ചോദിച്ചാൽ അവരുടെ പേര് ഷി ഷെങ്ലി ആണ് കേട്ടോ. ഷി ഷെങ്ലി. അവർ ചൈനയിലെ ഒരു വൈറോളജിസ്റ്റാണ്. ഇവരെ ചൈനയിൽ അറിയപ്പെടുന്നത് ബാറ്റ വുമൺ എന്നാണ്. ബാറ്റ വുമൺ എന്നറിയപ്പെടുന്ന ബാറ്റ വുമൺ എന്ന് ചൈനയിലും അറിയപ്പെടുന്ന ഒരു വനിതയാണ് ഷി ഷെങ്ലി എന്ന് പറയുന്നത്. അതായത് ഈ വവ്വാലുകളുടെ ഗുഹയിലൊക്കെ ഉള്ള വവ്വാലുകളെ കണ്ടെത്തുകയും അവരുടെ അവിടുത്തെ വൈറസിൻ്റെ ഉറവിടം കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ച ഒരു വനിത കൂടിയാണ് ഈ പറയുന്ന ഷി ഷെങ്ലി എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇവരെ ബാറ്റ വുമൺ എന്നറിയപ്പെടുന്നത്. ബാറ്റ വുമൺ.
ക്ലിയർ ആയിട്ടുണ്ടല്ലോ. സോ ഇത്രയും കണ്ടൻറ്റാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് എന്തായാലും മറ്റൊരു സെഷനിലോട്ട് പോകാം. അതായത് നമ്മുടെ റീക്യാപ്പ് സെഷനിൽ നമ്മുടെ റാപ്പിഡ് റിവിഷൻ. അപ്പോൾ റാപ്പിഡ് റിവിഷൻ പറയുമ്പോൾ തന്നെ എല്ലാ കണ്ടൻറ്റുകളും ഒന്ന് പറഞ്ഞു പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഒന്നാമത്തെ കണ്ടൻറ്റ്, ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തതാണെങ്കിൽ വാഴക്കുളം, മൂവാറ്റുപുഴ. ഇന്ത്യയിൽ ആദ്യമാണെങ്കിൽ പൂനെയിലാണല്ലേ, പൂനെ. സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ആദ്യത്തെ സൗജന്യ ബസ് യാത്ര ആരംഭിച്ചതാണെങ്കിൽ തൃപ്പങ്ങോട് പഞ്ചായത്ത്, മലപ്പുറം. ഡൽഹി നിയമസഭാ പ്രതിപക്ഷ നേതാവായിട്ട് ആം ആദ്മി പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് അതിഷി മെർലേന. മൗറീഷ്യസിൻ്റെ ദേശീയ ദിനത്തിൽ മുഖ്യ അതിഥിയാകുന്നതാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൂൾ ഓഫ് അൾട്ടിമേറ്റ് ലീഡർഷിപ്പ് കോൺക്ലേവിൻ്റെ അഥവാ ഈ പറയുന്ന സോളിൻ്റെ കോൺക്ലേവിന് ആദ്യ എഡിഷന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ചത് ഭാരത് മണ്ഡപം, ഡൽഹിയിലാണ്. അടുത്തിടെ അന്തരിച്ച ഒഡീസി നൃത്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ മയാദർ റൗട്ട്. അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ചിരിക്കുന്നതാണെങ്കിൽ ഏത് വർഷമാണ്? അദ്ദേഹത്തിന് പത്മശ്രീ ലഭിച്ച വർഷം 2010. ഇന്ത്യ ജപ്പാൻ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ 6ാം പതിപ്പ് ധർമ്മഘാടിയിൽ 2025 ഫെബ്രുവരിയിൽ വേദിയായിരിക്കുന്നതാണെങ്കിൽ ഈസ്റ്റ് ഫ്യൂജി, ജപ്പാനിലാണ്. വനാതിർത്തികളിൽ നിന്നും ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തുന്ന ആനകളെ ഒഴിപ്പിക്കുവാൻ IIIT കോട്ടയം വികസിപ്പിച്ചിരിക്കുന്ന ഒരു ഡ്രോണാണ് അസ്ത്ര V1. ഇനി മറ്റൊരു ചോദ്യം, 2025 ഫെബ്രുവരിയിൽ ഇന്ത്യൻ ഓഷൻ കോൺക്ലേവിൻ്റെ 8ാമത്തെ എഡിഷന് വേദിയാണെങ്കിൽ മസ്കറ്റിലായിരുന്നു. ഇനി 2 പുസ്തകങ്ങളാണ്. ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന് പറയുന്ന പുസ്തകം പങ്കജ് മിശ്രയും, വേൾഡ് ഫിക്ഷൻ എന്ന് പറയുന്ന പുസ്തകം എഴുതിയിരിക്കുന്നതാണെങ്കിൽ അമിതാഭ് ഘോഷ്. ലിഥിയം പരിവേഷണത്തിലും ഖനനത്തിലും സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അടുത്തിടെ ഇന്ത്യയുമായിട്ട് ധാരണാപത്രത്തിൽ സൈൻ ചെയ്തിരിക്കുന്ന രാജ്യം അർജൻറ്റീന. രാജ്യങ്ങൾ തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി 5 ദിവസത്തെ സന്ദർശനം നടത്തിയിരിക്കുന്ന വിദേശ രാജ്യം ഫ്രാൻസ് ആണ്. US സുരക്ഷാ ഏജൻസിയായ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടറാകുന്ന ഇന്ത്യൻ വംശജനാണ് കശ്യപ് പ്രമോദ് വിനോദ് പട്ടേൽ അഥവാ കാഷ് പട്ടേൽ എന്ന് പറയും. 2025 ഫെബ്രുവരിയിൽ ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത പുതിയ കോവിഡ് വൈറസിൻ്റെ പേരാണെങ്കിൽ HKU5CoV2 എന്നാണ് ഇതിൻ്റെ പേര്. സോ കൂട്ടുകാർ, ഇന്നത്തെ റാപ്പിഡ് റിവിഷനും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കിടക്കുവാൻ വേണ്ടി പോകുന്നതാണെങ്കിൽ സൂപ്പർ QAയിലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു കമൻറ്റ് ശ്രദ്ധിച്ചു. ഒരു സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സൂപ്പർ QAയിൽ നമുക്കറിയാത്ത അല്ലെങ്കിൽ കുറച്ചുകൂടി ടഫായ ചില ചോദ്യങ്ങൾ ഇടണം. സാധാരണ നമ്മൾ ഇന്ന് പഠിപ്പിച്ച കണ്ടൻറ്റുകളിൽ നിന്നാണ് ഒരു 4 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയാം. സോ ആ ഒരു കമൻറ്റ് കുട്ടികളുടെ കൺസേൺ കയ്യിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉള്ളിലോട്ട് എടുത്തുകൊണ്ട് ഞാനിന്ന് 4 ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇവിടെ നോക്കിക്കേ, ആദ്യ ചോദ്യം ഇങ്ങനെയാണേ. പ്രഥമ കേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ആദ്യഘട്ട മത്സരങ്ങൾ നടന്നതെവിടെ? ഇവിടെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്തായാലും പറയണം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ആൻസർ ഇതിലേതാണ്? നമുക്കറിയാം ഇതിലെ ആൻസർ ലഡാക്ക് ആണല്ലേ. പ്രഥമ കേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിന് ആദ്യഘട്ട മത്സരങ്ങൾ നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ലഡാക്കിലാണ് എന്നോർത്ത് വച്ചിരിക്കും. ഇനി മറ്റൊരു ചോദ്യം, 2025 നടന്ന ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമായിരുന്നു? 2025 ഇന്ത്യ ആഘോഷിച്ചത് എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇതിലെ ശരി ഉത്തരം, അത് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങളെപ്പോഴും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. കാര്യം നമുക്കറിയാം ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26. PSC 2 രീതിയിലാണ് ചോദിക്കുന്നത്. ഈ വർഷം അതാത് വർഷം ഇന്ത്യ ആഘോഷിക്കുന്നത് എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷം അല്ലെങ്കിൽ ഇന്ത്യ ആഘോഷിക്കുന്ന എത്രാമത്തെ റിപ്പബ്ലിക് വാർഷികമാണ്, എത്രാമത്തെ റിപ്പബ്ലിക്കിൻ്റെ വാർഷികമാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ റിപ്പബ്ലിക് ആയിരിക്കുന്ന 1950 ജനുവരി 26. സോ 2025 ആയപ്പോൾ എത്രാമത്തെ ദിനാഘോഷമാണെന്ന് ചോദിച്ചാൽ അത് 76ാമത്തെ ദിനാഘോഷമാണ്. ഇനി എത്രാമത്തെ വാർഷികമാണ്?
ഇവിടെ നോക്കി 1950 ആദ്യ വാർഷികം നടന്നിരിക്കുന്നത്, ജനുവരി 26. 1951 ആകുമ്പോൾ ഒന്നാമത്തെ വർഷമാണല്ലോ. സോ അങ്ങനെ ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ വാർഷികത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ 2025 ആകുമ്പോൾ 75ാമത് വാർഷികമാണ്. എന്നാൽ ദിനാഘോഷം ചോദിക്കുമ്പോൾ 76 ആയിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നമുക്കെന്തായാലും മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇനി നോക്കിയേ, ചോദ്യം ഇങ്ങനെയാണ്. 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തത് ഏത് രാജ്യത്തെ സേനയായിരുന്നു? കഴിഞ്ഞ കൊല്ലം 2024 കേസാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിലെ ശരിയായ ഉത്തരം ഏതാ? ഫ്രാൻസ് ആണല്ലേ. കഴിഞ്ഞ കൊല്ലം ഇന്ത്യയുടെ മുഖ്യ അതിഥിയായിട്ട് എത്തിയത് 24 മുഖ്യ അതിഥിയായിട്ട് എത്തിയത് ഫ്രാൻസിൻ്റെ പ്രസിഡൻ്റായ ഇമ്മാനുവൽ മാക്രോൺ ആണല്ലേ. ഇമ്മാനുവൽ മാക്രോൺ ആണ്. ഇക്കൊല്ലം 2025 പ്രബോവോ സുബിയാന്തോ നമുക്കറിയാം ഇന്തോനേഷ്യയുടെ നിലവിലെ പ്രൈം മിനിസ്റ്ററാണ്. ക്ലിയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് നേരെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യത്തിലൂടെ അടക്കാം. ചോദ്യം ഇങ്ങനെയാണ്. തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ സിനിമാ താരമാര്? തമിഴക വെട്രി കഴകം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പക്ഷേ പ്രിയമേറിയ ഒരു താരമായിരിക്കാം. എനിക്കും വളരെ ഇഷ്ടമുള്ള ഒരു താരം കൂടിയാണ്. ഇവിടെ നോക്കി, വിജയ് ആണ് കേട്ടോ. തമിഴക വെട്രി കഴകം എന്ന ദേശീയ പാർട്ടി രൂപം നൽകിയിരിക്കുന്ന സിനിമാ താരമാരെന്ന് വെച്ചാൽ അത് വിജയ് ആണ് കേട്ടോ. വിജയ്. ക്ലിയർ. അപ്പോൾ 4 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടി ടഫായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം. അതിനെല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം എന്നതാണ് എൻ്റെ ഒരേ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. കാര്യം നിങ്ങളുടെ മാർക്കുകൾ കൂടി അറിയുവാനുള്ള ഒരു ക്യൂരിയോസിറ്റി എനിക്കുണ്ട്. ശരിയെങ്കിൽ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് എന്തായാലും മറ്റൊരു ക്ലാസ്സിലിരിക്കാം. എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.